കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കോടിമത മൊബിലിറ്റി ഹബിന് വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. പദ്ധതി നടപ്പാക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേർന്നുണ്ട്. ലെസ്ലി, വിവരങ്ങൾ. സൗമ്യ, കോട്ടയം ജില്ലയിലെ കോട്ടയം താലൂക്ക് നാട്ടകം വില്ലേജിൽപ്പെട്ട 100 മുതൽ 125 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ നികത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത്. കോടിമത മൊബിലിറ്റി ഹബ്ബ് എന്ന പദ്ധതി പ്രകാരമാണ് പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഭൂമി നികത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സ്വന്തം നിലയ്ക്ക് ഈ പദ്ധതിക്ക് വേണ്ടി നൽകുന്നവർക്ക് ഭൂമി വിട്ടുനൽകുന്നതിന്റെ 50% ഭൂമി കൂടി ഇത് നെൽവയൽ നികത്തുന്നതിന് ഭൂമി പരിവർത്തനാവകാശം മുൻകൂർ നൽകിയുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ലെസ്ലിയിലേക്ക് എത്താം. വീണ്ടും വിവാദമായ നീക്കവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കോടിമത മൊബിലിറ്റി ഹബിന് വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. ലെസ്ലിയിലേക്ക് തന്നെ വരികയാണ്. ലെസ്ലി, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മെത്രാൻകായൽ അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ വാർത്തയുടെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിക്കുന്നത്. സർക്കാരിന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? സൗമ്യ, ജനുവരി മാസം 21-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോടിമാത മൊബിലിറ്റി ഹബ്ബ് എന്ന പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുകയും ഭൂമി നാട്ടുകാരിൽ നിന്നും വിട്ട് ലഭിക്കുകയും തുടർന്ന് 125 ഏക്കറോളം നെൽഭൂമി ഇഷ്ടാനുസരണം നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ക്രമങ്ങളുമായി മുൻപോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്ഥിതിവിശേഷവും ഈ ഉത്തരവിലുണ്ട്. കാരണം ഭൂമി വിട്ടു നൽകുന്നവർക്ക് പിന്നീട് 50% ഭൂമി പരിവർത്തനാവകാശം മുൻകൂർ നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഭൂമി വിട്ടു നൽകുന്നവർക്ക് വിട്ടു നൽകുന്ന ഭൂമിയുടെ 50% സ്വന്തം നിലയ്ക്ക് നികത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഉത്തരവിന്റെ ആകെത്തുക. അതായത് 125 ഏക്കർ ഭൂമിയാണ് പദ്ധതിക്കായി ആവശ്യം വരുന്നതെങ്കിൽ പോലും ഇവരെ പുനരധിവസിപ്പിക്കുന്ന ഭൂമിയിൽ, അതായത് ഭൂമി സ്വന്തം നിലയ്ക്ക് ഭൂമി വിട്ടു നൽകുന്നവർക്ക് പുനരധിവാസത്തിന് നൽകുന്ന ഭൂമിയും നെൽവയൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ആ നെൽവയൽ നികത്തുന്നതിന് വേണ്ടി ഇവർക്ക് മുൻകൂർ അനുമതി നൽകിയിട്ടുണ്ട്. കോടിമത മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജോസ് കെ മാണി മുൻപോട്ട് വെച്ച പ്രപ്പോസലായിരുന്നു ഇത്. ഈ സൊസൈറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ 2015 നവംബർ മാസം 29-ാം തീയതി കോട്ടയത്ത് ചേർന്ന കോടിമത മൊബിലിറ്റി ഹബ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് നിർദ്ദിഷ്ട പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കാൻ തത്വത്തിൽ തീരുമാനിച്ചത്. ഈ തത്വത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് ലാൻഡ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ ബിശ്വാസ് മേത്ത ഇത്തരത്തിൽ ഭൂമി തരമാറ്റാൻ മുൻകൂർ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നെൽവയൽ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നികത്തുന്നതിന് വേണ്ടിയുള്ള നിയമം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരം വയൽ നികത്തുന്നതിന് വേണ്ടി സംസ്ഥാന നിരീക്ഷണ സമിതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി ഭൂമി തരം മാറ്റുവാനോ നെൽവയൽ നികത്തുന്നതിന് വേണ്ടിയോ നിയമം നിൽക്കുന്നുള്ളത്. എന്നാൽ ഈ പറയുന്ന ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അനുമതി ഒന്നും തന്നെ ആവശ്യമില്ല. യഥേഷ്ടം ഭൂമി നികത്താവുന്ന നിലയിലേക്ക് ഈ ഉത്തരവ് എത്തുന്നുമുണ്ട്. ഒപ്പം തന്നെ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം നിലവിൽ കോട്ടയം ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും അറിയില്ല എന്നുള്ളതും വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഒപ്പം തന്നെ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലുള്ളവർ അടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട പരിശോധനകളും മറ്റും വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസുകളിലും മറ്റും രേഖകൾ പരിശോധിക്കുന്നു എന്നുള്ളതും സംശയങ്ങൾക്ക് ഇട നൽകുന്നു. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള ചെയർമാനായുള്ള സൊസൈറ്റിയാണ് ഇത്തരത്തിലൊരു പ്രോജക്റ്റുമായി മുൻപോട്ട് പോകുന്നത് എന്ന് പറയുമ്പോഴും നെൽവയലുകൾ ആരാണ് ഈ പദ്ധതിക്കായി വിട്ടുകൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ മുൻകൂർ അനുമതിയോടുകൂടി നെൽവയൽ നികത്താനുള്ള അപൂർവം ഓർഡറായി ഈ ഉത്തരവ് മാറുകയും ചെയ്യുന്നുണ്ട്. സൗമ്യ, ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വയൽ നികത്താൻ കോട്ടയം ജില്ലയിൽ സർക്കാരിന്റെ നീക്കം. കോടിമത മൊബിലിറ്റി ഹബിന് വേണ്ടിയാണ് 125 ഏക്കർ നികത്തുന്നത്.
മറ്റു വാർത്തകളിലേക്ക്. പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാമെന്ന് സർക്കാർ. വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. ഭൂമി വിലയ്ക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകും. ഇതിനായി പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഉത്തരവിൽ ജനുവരി 30 തീയതി കാണിച്ചിട്ടുള്ളതെങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ഇറങ്ങിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറിയ ഭൂമി, സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക. ഇതിനായി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏതാവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപ്പാദനം, ഹോട്ടൽ, ഗോഡൌൺ, പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയ്ക്കും ഭൂമി നൽകും. 30 വർഷത്തേക്കാണ് പാട്ടം. വ്യവസായ വികസന മേഖലയുടെ 5% അധികരിക്കാത്ത ഭൂമിയാകും സേവന വ്യവസായങ്ങൾക്ക് അനുവദിക്കുക. പാട്ടക്കരാർ പൂർണ്ണമായി പാലിച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് കൂടി പാട്ടം നീട്ടി നൽകും. ഫലത്തിൽ വികസന മേഖലയിൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള ലൈസൻസായി മാറും പുതിയ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന എസ്റ്റേറ്റിന് കരമടയ്ക്കാൻ സർക്കാർ അനുമതി. നെല്ലിയാമ്പതിയിൽ പോപ്സ് ഗ്രൂപ്പിന്റെ കൈവശമിരിക്കുന്ന കരുണ എസ്റ്റേറ്റിന് കരമടയ്ക്കാനാണ് റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. 833 ഏക്കർ വരുന്ന ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കണമെന്ന് റവന്യൂ വകുപ്പ് നിയോഗിച്ച സമിതി ശുപാർശ നൽകിയ ഭൂമിയാണ് ഇത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതിയിൽ തർക്കം നിലനിൽക്കെയാണ് കരമടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുൻപാണ് പോപ്സ് ഗ്രൂപ്പിന് അനുകൂലമായി ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. പോപ്സ് ഗ്രൂപ്പ് കൈവശം വച്ചിരിക്കുന്ന 833 ഏക്കർ ഭൂമിക്ക് 2015-2016 സാമ്പത്തിക വർഷത്തെ കരമടയ്ക്കാനാണ് അനുമതി. കരമടയ്ക്കാൻ കമ്പനി നൽകിയ അപേക്ഷയിലാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. പ്രസ്തുത ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ടതാണെന്ന് സർക്കാർ നിയോഗിച്ച സമിതി 2014 കണ്ടെത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് തീർപ്പാക്കുന്നതിന് മുൻപ് ധൃതി പിടിച്ച് കരമടയ്ക്കാൻ എന്തിന് സർക്കാർ അനുമതി നൽകിയെന്നത് വിചിത്രമാണ്. 2014 കരുണ എസ്റ്റേറ്റിന് നികുതിയടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. കരമടയ്ക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് കാരണമാകുന്നില്ലെന്നും മറ്റു ചില കേസുകളിൽ കോടതി വിധിയുണ്ടെന്ന വിചിത്രവാദം നിരത്തിയുമാണ് കരമൊടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രി CN ബാലകൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണം. തൃശൂരിലെ കൺസ്യൂമർ ഔട്ട്ലെറ്റിലെ പണം തിരിമറിയിൽ തൃശൂർ വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാലയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CN ബാലകൃഷ്ണനെതിരെ തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലുള്ള മദ്യവിൽപ്പനശാലയിൽ 2011 നവംബർ മാസം 19 തീയതിയിലെ ഒരു ദിവസത്തെ വിറ്റുവരവ് ഏതാണ്ട് 3,80,000 രൂപയായിരുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നതായിരുന്നു പരാതി. ഇതിന് തെളിവായി അന്നത്തെ ബില്ലും പരാതിക്കാരനായ ജോർജ് വട്ടുകുളം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ ക്യാഷ് അഡ്ജസ്റ്റ് ഫോർ മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന രീതിയിൽ MD ഓർഡർ ഇട്ടതായി ഒരു തെളിവാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ പരാതിക്കാരനായ ജോർജ് വട്ടുകുളം സമർപ്പിച്ചത്. അതായത് 3,80,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നത് തന്നെയായിരുന്നു തെളിവ്. ഇതിന്മേലാണ് ഇപ്പോൾ വിജിലൻസ് കോടതി അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ CN ബാലകൃഷ്ണനെതിരെ കോടികളുടെ അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇതുകൂടി അന്വേഷിക്കാനായാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏപ്രിൽ 4 തീയതിക്ക് മുൻപായി റിപ്പോർട്ട് കൊടുക്കണം എന്നും വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സൗമ്യ, KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടി കോൺഗ്രസ് BJP അവിശുദ്ധ സഖ്യം രൂപപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായ തൊഴിലാളി സമരത്തിൽ നിന്നും INTUC വിട്ടുനിന്നത് ഈ കാരണത്താലാണ്. ഭൂപരിഷ്കരണ നിയമത്തെ UDF സർക്കാർ തെറ്റായി ഉപയോഗിച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിലെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളികളാകെ ഒന്നിച്ച് പ്രക്ഷോഭം നടത്തുമ്പോൾ കേരളത്തിൽ മാത്രമായി, രാജ്യത്താകെ INTUC മാറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമുക്ക്, കേരളത്തിൽ മാത്രമായി INTUC മാറി നിൽക്കാൻ ഇടയാക്കിയ സംഭവം എന്ത്? അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അവിശുദ്ധ ബന്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. 4 വോട്ടും ഏതാനും സീറ്റും കിട്ടുന്നതിന് വേണ്ടിയുള്ള അവിശുദ്ധ ബന്ധമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നാണ് നാം അതിലൂടെ കാണേണ്ടത്. ഇതിൽ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയും. ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ്റുകളുടെ കാലം പരിശോധിച്ച് നോക്കിയിരുന്നു. മിച്ചഭൂമി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്.
സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ടവരെ RSS പാട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തിക്കൊണ്ട് നടക്കുന്നത് എന്നതും നാം തിരിച്ചറിയണം. കോൺഗ്രസുമായി 2011 ഉഭയകക്ഷി ധാരണ പ്രകാരമുണ്ടാക്കിയ കത്ത് ചോർന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വഴി ചോർന്നതിനാലാണ് മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത പ്രതിഷേധത്തിലായത്. എന്നാൽ കത്ത് വലിയ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ലെന്നും തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിന്റേതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 2011 താമരശ്ശേരി രൂപതയുടെ താൽപര്യപ്രകാരം PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് എഴുതി ഒപ്പിട്ട് നൽകിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്നാണ് കത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും താമരശ്ശേരി ബിഷപ്പിന്റെയും സാന്നിധ്യത്തിലാണ് ഉടമ്പടി തയ്യാറാക്കിയതെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കർഷക പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. എന്നാൽ വളരെ നേരത്തെ തന്നെ തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ച മുസ്ലിം ലീഗ് ഒരു സാഹചര്യത്തിലും സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് മാധ്യമങ്ങളിലൂടെ ചോർന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് ജയസാരഥിയെ ബാധിക്കുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. കത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് ആവർത്തിച്ചു. തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് UDF നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മതിയല്ലോ. താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് 5 വർഷം പഴക്കമുള്ള കത്ത് പുറത്തുവിട്ടതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഉടമ്പടി കത്ത് പുറത്തുവിട്ട് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം അണിയറയിൽ നടന്നതായി സംശയിക്കുന്നു. ഇതോടെ തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് UDF കൂടുതൽ പ്രതിസന്ധിയിലായി. അടുത്ത ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് വിഭജന ചർച്ചയോടൊപ്പം കത്ത് ചോർന്ന വിഷയവും സജീവ ചർച്ചയാകുമെന്നുറപ്പാണ്. തിരുവനന്തപുരം ബ്യൂറോയോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. ലീഗിനുള്ള സീറ്റാണ് തിരുവമ്പാടി എന്ന് VM സുധീരൻ പറഞ്ഞു. തിരുവമ്പാടി സീറ്റിൽ തർക്കമുന്നയിക്കുന്നത് ഉചിതമല്ല. കരുണ എസ്റ്റേറ്റ് വിഷയത്തിലെ അപാകത പരിഹരിക്കുമെന്നും VM സുധീരൻ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഈ മാസം 19 ദില്ലിയിൽ ഉണ്ടാകും. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി പട്ടിക അതത് പാർട്ടികൾ ഈ മാസം 16, 17 തീയതികളിൽ തീരുമാനിക്കണം. UDF 2ാം ഘട്ട പ്രാഥമിക ചർച്ച ക്ലിഫ് ഹൌസിൽ നടന്നു. ഉച്ചയ്ക്ക് ശേഷം വിശദമായ ചർച്ച നടക്കും. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നുണ്ട്. സുനിൽ, വിവരങ്ങൾ. സൗമ്യ, സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച KPCC ആസ്ഥാനത്ത് 3 മണി മുതലാണ് ആരംഭിക്കുന്നത്. 3 മണിക്ക് UDFിലെ ഘടകകക്ഷിയായ JDUമായിട്ടാണ് ആദ്യ സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച. അതിനുശേഷം 4 മണിയോടുകൂടി തന്നെ അടുത്ത ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ ചർച്ചയുണ്ടാകും. അതിനുശേഷം 6 മണിയോടെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ട് ചർച്ച നടത്തുന്നത്. ഇതിൽ ഈ 3 വിഭാഗവും സീറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ കടുത്ത നിലപാടുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം 15 സീറ്റ് എന്നുള്ളത് 18 സീറ്റാക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു നിലപാടായി നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ജേക്കബ് വിഭാഗത്തിനും കൂടുതൽ സീറ്റ് വേണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ജേക്കബ് വിഭാഗവും ഉറച്ചു നിൽക്കുന്നത്. 4 സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ 4 സീറ്റ് എന്നുള്ള കാര്യത്തിൽ വിട്ടു നൽകണം എന്നുള്ള കാര്യം കഴിഞ്ഞ യോഗത്തിലും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കൊടുക്കില്ല എന്നുള്ള തരത്തിൽ ചർച്ചകൾ വന്നിരുന്നു. JDU പക്ഷേ കൂടുതൽ സീറ്റുകൾ വേണം എന്നുള്ള ആവശ്യകതയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ നിലവിൽ മത്സരിച്ച സീറ്റുകൾ വേണ്ട, പകരം പുതിയ സീറ്റുകൾ നൽകണം എന്നുള്ളതാണ്. കാരണം നിലവിൽ മത്സരിച്ച് തോറ്റ സീറ്റുകൾ നൽകേണ്ടതില്ല, പകരം വിജയ സാധ്യതയുള്ള സീറ്റുകളിലേക്ക് മാറ്റി നൽകണം എന്നുള്ളൊരു ആവശ്യകതയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചയാണ് 3 മണി മുതൽ നടക്കുക. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. UDF യോഗം 2ാം ഘട്ട ചർച്ച അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. AKG സെന്ററിൽ 3 മണിക്കാണ് യോഗം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. രാജ്യസഭാ സീറ്റിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. UDFിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി AK ആന്റണിയും ജനതാദളിൽ നിന്ന് വീരേന്ദ്രകുമാറും പത്രിക സമർപ്പിച്ചു. LDFിന് വേണ്ടി CPIMലെ അഡ്വക്കേറ്റ് K സോമപ്രസാദ് പത്രിക സമർപ്പിക്കും. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറിയുമാണ് സോമപ്രസാദ്. ചന്ദനക്കാടുകളെ വിറപ്പിച്ച കാട്ടുകള്ളൻ വീരപ്പൻ ജപ്പാനിൽ ചന്ദന സുഗന്ധമുള്ള ഒരു പെർഫ്യൂമിന്റെ പരസ്യചിത്രം. സ്റ്റൈൽ മന്നൻ രജനീകാന്തിന് പിന്നാലെ അങ്ങനെ മറ്റൊരു തെന്നിന്ത്യക്കാരൻ കൂടി ജപ്പാനിൽ സൂപ്പർ സ്റ്റാർ ആകുന്നു.
വീരപ്പനെ മോഡലാക്കിയതോടെ പെർഫ്യൂമിന് ജപ്പാനിൽ പ്രിയം കൂടിയെന്നാണ് വാർത്ത. സ്റ്റൈൽ മന്നൻ രജനികാന്തിനെ കൂടാതെ മറ്റൊരു തെന്നിന്ത്യൻ താരവും അങ്ങ് ജപ്പാനിലെ സൂപ്പർ സ്റ്റാറാണ്. ആള് മറ്റാരുമല്ല, കാട്ടുകള്ളൻ വീരപ്പൻ തന്നെ. തെന്നിന്ത്യ വിറപ്പിച്ച കൊമ്പൻ മീശക്കാരൻ വീരപ്പനാണ് ജപ്പാനിലെ ഒരു വില കൂടിയ പെർഫ്യൂമിന്റെ മോഡൽ. 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ബ്രിട്ടീഷിലെ ലഷ് എന്ന കോസ്മെറ്റിക് കമ്പനിയാണ് വീരപ്പനെ മോഡലാക്കിയ പെർഫ്യൂം വിപണിയിലിറക്കിയത്. പെർഫ്യൂമിന്റെ പേര് സ്മഗ്ലേഴ്സ് സോൾ എന്നാണ്. അതുകൊണ്ട് തന്നെ വീരപ്പന്റെ ചരിത്രത്തെപ്പറ്റിയും ജാപ്പനീസുകാർക്ക് നല്ല ധാരണയുമുണ്ട്. ജപ്പാനിലെ പ്രശസ്തവും വില കൂടിയ പെർഫ്യൂമുകളിലൊന്നുമാണ് സ്മഗ്ലേഴ്സ് സോൾ. സൈസ് 0 സുന്ദരിമാർക്കും 6 പാക്ക് മസിൽമാൻമാർക്കും മാത്രമല്ല, കള്ളക്കടത്തിന്റെ രാജാക്കന്മാർക്കും മോഡലാകാമെന്ന് ചുരുക്കം. കാട്ടുകള്ളൻ വീരപ്പന്റെ മുഖം ആലേഖനം ചെയ്ത ചന്ദനം മണക്കുന്ന പെർഫ്യൂമിന് ആരാധകരും ഏറെയാണ്. ചന്ദനക്കാടുകളെ വിറപ്പിച്ച് 2004 മരണമടഞ്ഞ വീരപ്പൻ ഇന്ന് ജപ്പാനിലെ യുവത്വങ്ങൾക്കിടയിൽ സുഗന്ധപൂരിതമായ ഓർമ്മയാവുകയാണ്. ഇന്ത്യൻ ചന്ദനവും വെളിച്ചെണ്ണയുമാണ് പെർഫ്യൂമിലെ പ്രധാന ഘടകങ്ങൾ. തീർന്നില്ല, സെന്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല വീരപ്പന്റെ താരപരിവേഷം. വീരപ്പൻ എന്ന പേരിൽ തന്നെ മീശയുടെ സംരക്ഷണത്തിനായി ഒരു മുസ്റ്റാഷ് വാഷും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. വീരപ്പന്റെ ഹീറോ പരിവേഷത്തെ വിറ്റുകാശാക്കുന്ന ലഷിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും യാതൊരു കൂസലുമില്ലാതെ മുന്നേറുകയാണ് കള്ളക്കടത്തുകാരുടെ ആത്മാവ്. ന്യൂസ് ഡെസ്ക്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വാഹനവ്യൂഹം ഇടിച്ചു മരിച്ച ബൈക്ക് യാത്രക്കാരനായ ഡോക്ടറുടെ കുടുംബം സഹായം തേടി രാഷ്ട്രപതിയെ സമീപിച്ചു. ഡോക്ടറെ ഇടിച്ചത് മന്ത്രിയുടെ വാഹനവ്യൂഹം അല്ല എന്നാണ് പോലീസ് നിലപാട്. മന്ത്രിയുടെ സുരക്ഷാ വാഹനം ഇടിച്ചെന്ന സഹയാത്രികയായ മകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയില്ല. മറ്റൊരു വാഹനത്തിന്റെ നമ്പറാണ് FIRൽ പോലീസ് രേഖപ്പെടുത്തിയത്. നിസ്സഹായരായ ഡോക്ടറുടെ കുടുംബം സഹായം അഭ്യർത്ഥിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചു.